ഷാഹിസ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ കുർത്തി ചെയ്തതാണ് കേട്ടോ. പ്ലേറ്റഡ് കുർത്തിയാണ്. പിന്നെ വി കോളറും പോക്കറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ യോക്ക് ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്ന വീഡിയോ തന്നെ കാണാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഓരോ അളവുകളും കൃത്യമായിട്ട് വരക്കുന്നത്, കൃത്യമായിട്ട് അളവെടുത്ത് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെയൊക്കെ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ മുഴുവനായിട്ടും കാണണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വല്ലതോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറച്ച് പേരെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പിന്നെ മെഷർമെൻറ്റ് ചാർട്ട്, പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു. ഒരുപാടല്ല, സോറി, 1-2 കമൻറ്റ് കണ്ടിരുന്നു. അപ്പം അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ അപ്പോൾ നമ്മളെ യോക്ക് ഭാഗം മാത്രമാണ് കേട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. യോക്ക് ഭാഗം 14 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമുക്ക് ലാർജ് ഏകദേശം മീഡിയം ഈ സൈസിനൊക്കെ 14 ഇഞ്ച് മതി നമുക്ക് യോക്ക് ഭാഗം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഒരു 15.5 കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ കുർത്തീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിലും DM ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോസ് കണ്ട് കുറച്ച് പേരെങ്കിലും ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ എല്ലാവരും തുടങ്ങാൻ ശ്രമിക്കണം. ആരും വെറുതെ ഇരുന്ന് സമയം കളയരുത്. നമുക്കുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഈ കുർത്തിയിലുണ്ടല്ലോ ഒരുപാട് ഡിസൈന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഒരു ഷോപ്പിലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു കുർത്തി ചെയ്യുകയാണെങ്കിൽ ഇത്രയൊക്കെ ഡിസൈൻസ് വരുമ്പോൾ എന്തായാലും ഓരോ ഡിസൈനും ഓരോ റേറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് തുടക്കക്കാരായത് കൊണ്ട് തന്നെ ഒരുപാട് ഞാനിപ്പോൾ എത്രയോ ഡിസൈൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ റേറ്റിനുമാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ. ഈ സ്ലീവിൽ തന്നെ പ്ലീറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്ലീറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ടൊരു കുർത്തി വാങ്ങുകയാണെങ്കിൽ അതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഷോപ്പിൽ ഇതുപോലെയുള്ള ഡിസൈനൊക്കെ പറഞ്ഞ് ചെയ്യിക്കുകയാണെങ്കിലും നമുക്കതിന് നല്ല പൈസ മുടക്കുന്നുണ്ട്. ഒരുപാട് കാശൊക്കെ കൊടുത്ത് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്. കാന്ത കോട്ടനാണ്, ജയ്പൂരി കോട്ടനാണ്. പിന്നെ ജയ്പൂരി പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ കോട്ടൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തന്നെയാണ്. മെറൂൺ കളറാണ് ഇത് വരുന്നത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇതേ വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത്
അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും അടിപൊളി മോഡൽസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി നല്ല അടിപൊളിയായിട്ട് പിന്നെ ചെയ്യാവുന്നതാണ്. കണ്ടോ, സ്ലീവിൽ ഞാൻ പ്ലേറ്റ്സ് ഇടാൻ പോവുകയാണ്. അപ്പം അതിനു വേണ്ടി വേറെ തന്നെ ഒരു കട്ട് പീസും കൂടി എടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഞാനിങ്ങനെ രണ്ടു ഭാഗവും ഒരുപോലെ വരുന്ന പോലെയാണ് ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത്. ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പ്ലീറ്റ്സ് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ബോഡിക്ക് വരുന്നത് ഇതുപോലെയല്ല, സ്ലീവിന് മാത്രമാണ് ഞാൻ ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇടാൻ പോകുന്നത്. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട ശേഷം കൃത്യമായിട്ട് അളന്ന് എത്രയുണ്ടെന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ മറ്റേ പീസ് അവിടെ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ സ്ലീവിൻ്റെ അളവ്, സ്ലീവ് റൗണ്ടിൻ്റെ അളവ് കുറഞ്ഞു പോകും. കൃത്യമായിട്ട് എത്ര വേണം അതിനനുസരിച്ചിട്ട് വേണം പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സൂചിയൊക്കെ കുത്തി കൃത്യം അളന്നിട്ട് പ്ലീറ്റ്സ് ഇടാവുന്നതാണ്. പിന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അതിൽ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റീസെല്ലിങ്ങിൻ്റെ കാര്യം കൂടി അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് പേര് എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് എല്ലാവരും സെർച്ച് ചെയ്തെടുത്തിട്ട് റാഹിസ് ഫാഷൻ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണം. നല്ല നല്ല മെറ്റീരിയൽസ് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പോക്കറ്റ് വെക്കുന്നതാണ് കേട്ടോ. പോക്കറ്റ് വെക്കുമ്പോൾ നമ്മൾ എവിടെയാണോ, ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ ഹിപ്പ് കഴിഞ്ഞ് കുറച്ച് താഴെ ഒരു 5 ഇഞ്ച് വിട്ടതിന് ശേഷം പോക്കറ്റിന് വേണ്ടി 7 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ആ 7 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി താഴോട്ട് ഷേപ്പ് അടിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിനെ വേണ്ട പോക്കറ്റിൻ്റെ തുണിയുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു 7 ഇഞ്ചിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെയൊക്കെ പോക്കറ്റ് അടിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞെങ്കിൽ ഒരു പണിയുമില്ല, നല്ല ഈസിയാണ് പോക്കറ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ കുർത്തിയിൽ ഞാൻ പോക്കറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വി കോളറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി കോളർ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് നല്ല രീതിയിൽ അയണൊക്കെ ചെയ്ത് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ബ്ലാക്ക് കളറിലാണ്, ഇതിൽ ചെറിയ ബ്ലാക്ക് ഡോട്ട് വന്നത് കൊണ്ട് ഞാൻ ബ്ലാക്ക് കളറിലാണ് വി കോളർ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കോളറിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ബാക്ക് കഴുത്തിൻ്റെ അവിടെ ഇപ്പം നമ്മൾ ലൈനിങ് ഒന്നും വെക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇത് കാണുമല്ലോ, അതിന് വേണ്ടിയിട്ട് വേറൊരു തുണിയും കൂടി അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, വൃത്തികേട് കാണുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാർജിൻ്റെ ലേബലും കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ മെഷർമെൻറ്റ് ചാർട്ട്. അപ്പോൾ കുർത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയണം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചെറുതായിട്ടെങ്കിലും ബിസിനസ് തുടങ്ങി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.
അപ്പോൾ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.